സ്വന്തമായി വീടില്ലാത്ത ആയിരക്കണക്കിന് പേരാണുള്ളത്. കുടിവെള്ളം കിട്ടാത്ത നൂറുകണക്കിന് ആളുകൾ. ഇപ്പൊ നമുക്കറിയാം, മെഡിക്കൽ കോളേജ് ആരോഗ്യ മേഖല ലോകത്തിന് മാതൃകയാണെന്നാണ് ഇപ്പോഴത്തെ സർക്കാർ പറയുന്നത്. മെഡിക്കൽ കോളേജിൽ നിങ്ങൾ എന്റെ കൂടെ വരിക, നൂറുകണക്കിന് രോഗികൾ നിലത്താണ് കിടക്കുന്നത്. മാറി മാറി ഭരിച്ച ഈ സർക്കാരുകളും ഇവിടുത്തെ സാധാരണക്കാരനെ സംബന്ധിച്ച് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത്. ജനങ്ങളുടെ ആവശ്യങ്ങൾക്കപ്പുറം ജാതി വർണ്ണം മതം വർണ്ണം ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ആ കാലഘട്ടമൊക്കെ മാറി. ആളുകൾക്ക് ബോധ്യം വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ കാര്യങ്ങൾ, പുതിയ യുവാക്കളൊക്കെ സംബന്ധിച്ച് അവർ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഒരു മനുഷ്യന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങാൻ വീട്, അവന് ഭക്ഷണം, വസ്ത്രം, എന്തെങ്കിലും ഒരു അസുഖം വന്ന ഹോസ്പിറ്റലിൽ, ഇതൊക്കെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള പദ്ധതികളുണ്ട്. നമസ്കാരം. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലെ BJP NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള ടി റിനീഷാണ്. ചേട്ടാ, ആദ്യം തന്നെ വിജയാശംസകൾ. റിനീഷേനെ കുറിച്ച് പറയുമ്പോൾ BJPക്കാർ എപ്പോഴും വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി ചേട്ടനെയാണ് ആശ്രയിക്കുന്നത്. കാരണം കോഴിക്കോട് കോർപ്പറേഷനിലെ മേയറുടെ വാർഡായിരുന്ന വാർഡ്, അതായത് CPM അല്ലാതെ ആരും ജയിക്കാത്തൊരു വാർഡ് ഒരു നേടിയെടുത്തതിന്റെ ഒരു ആത്മവിശ്വാസമായിട്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും മത്സരിക്കുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങളുമായി സംവദിക്കാറ്. തീർച്ചയായും ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. നമുക്കറിയാം, സൗത്ത് നിയോജക മണ്ഡലത്തെ സംസാരിക്കുമ്പോൾ തന്നെയാണ്, സൗത്ത് നിയോജക മണ്ഡലത്തിൽ കടലോര മേഖലയിലെ ആളുകളെ സംബന്ധിച്ച് അവരിപ്പോൾ ദുരിതത്തിലാണ്, കഷ്ടപ്പാടാണ് അവരെ സംബന്ധിച്ച്. സ്വന്തമായി വീടില്ലാത്ത ആയിരക്കണക്കിന് പേരാണുള്ളത്. കുടിവെള്ളം കിട്ടാത്ത നൂറുകണക്കിന് ആളുകൾ. ഇപ്പൊ നമുക്കറിയാം, മെഡിക്കൽ കോളേജ് ആരോഗ്യ മേഖല ലോകത്തിന് മാതൃകയാണെന്നാണ് ഇപ്പോഴത്തെ സർക്കാർ പറയുന്നത്. മെഡിക്കൽ കോളേജിൽ നിങ്ങൾ എന്റെ കൂടെ വരിക, നൂറുകണക്കിന് രോഗികൾ നിലത്താണ് കിടക്കുന്നത്. ഒരു ഓപ്പറേഷന് പോയി കഴിഞ്ഞാൽ 3-4 ആഴ്ചക്കാണ് അവർക്ക് ഡേറ്റ് കിട്ടുന്നത്. ആവശ്യത്തിന് മരുന്നില്ല, പല ടെസ്റ്റുകൾ പുറത്തെടുക്കുന്നു. ഞാൻ പറയുന്നത് ഇതാണ്, മാറി മാറി ഭരിച്ച ഈ സർക്കാരുകളും ഇവിടുത്തെ സാധാരണക്കാരനെ സംബന്ധിച്ച് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത്. ഇവിടെയാണ് നിങ്ങൾ പറഞ്ഞ വാക്ക്. ഈ വിഷയങ്ങളിൽ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കുന്ന ഒരു നേതാവ് ഉണ്ട്. അവരോടൊപ്പം നിൽക്കാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാണ്. അതുകൊണ്ടാണ് പുതിയറയിലും പൊറ്റമ്മിലും നമുക്ക് ആ ചരിത്രം സൃഷ്ടിക്കാൻ സാധിച്ചത്. അതേ കോൺഫിഡൻസ് ഞാൻ പറയുന്നു, ഈ സൗത്ത് നിയോജക മണ്ഡലത്തിൽ ഏപ്രിൽ 4 വോട്ടെണ്ണുമ്പോൾ താമര ചിഹ്നത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി ജയിച്ചത്. ഇപ്പം സൗത്ത് നിയോജക മണ്ഡലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മുസ്ലിം മതവിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ്. എന്നാൽ അതേസമയം അവിടെ തന്നെ BJPക്ക് ഏകദേശം 5ഓളം സീറ്റുകൾ BJP ജയിക്കുകയും ചെയ്തിട്ടുണ്ട്, അല്ലെ? അപ്പം ഈ ന്യൂനപക്ഷങ്ങൾക്ക് BJPയുടെ ഒരു അകൽച്ച മാറുന്നുണ്ടെന്നുള്ളതാണ് എന്റെ സൂചന. ഞാൻ മത്സരിച്ച പുതിയറ വാർഡിന്റെ 1ാം ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഗോകുലമാളിന്റെ ബാക്കാണ്, പടന്നാം ഭാഗം എന്ന് പറയുന്നത്. ആ ഭാഗം വോട്ടെണ്ണിയപ്പോൾ ഞാൻ എന്റെ തൊട്ട സ്ഥാനാർത്ഥികൾ 100 ചില വോട്ടിന് മുന്നിലാണ്. അതായത് മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ വോട്ടെണ്ണിയപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി 1ാം സ്ഥാനത്താണ്. ഞാൻ പൊറ്റമ്മൽ മത്സരിച്ചപ്പോൾ കാട്ടുകുളങ്ങര എന്നൊരു സ്ഥലമുണ്ട്, നിങ്ങൾക്കറിയാം കാട്ടുകുളങ്ങര, അവിടെയാണ് മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലം. ആ ബൂത്ത് എണ്ണിയപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയാണ് ഞാൻ 1ാം സ്ഥാനത്താണ്. അതുകൊണ്ട് മതന്യൂനപക്ഷമെന്നോ മതഭൂരിപക്ഷമെന്നോ ഇല്ലാതെ വികസനത്തിലുള്ള വോട്ടാണ് ലഭിച്ചിട്ടുള്ളത്. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, അവരുടെ കാര്യങ്ങൾ നിയമസഭയിൽ പറയാൻ ഒരു MLA വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങൾക്കും അപ്പുറം മുസ്ലിം ഭൂരിപക്ഷ ബൂത്തുകളിൽ BJPയുടെ സ്ഥാനാർത്ഥിയെ ഞാൻ 1ാം സ്ഥാനത്ത് ഉണ്ടാകുന്നതാണ് വളരെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ പറയാൻ സാധിക്കുന്നു. നമ്മളൊക്കെ അറിയാം, ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചത് ഡിവൈഡിങ് റൂളാണ്, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത്. അതാണ് ഇവിടുത്തെ എല്ലാ മാറി മാറി വരുന്ന സർക്കാരുകൾ ചെയ്യുന്നത്. രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങളുടെ ആവശ്യങ്ങൾക്കപ്പുറം ജാതി വർണ്ണം മതം വർണ്ണം ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ആ കാലഘട്ടമൊക്കെ മാറി. ആളുകൾക്ക് ബോധ്യം വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ കാര്യങ്ങൾ, പുതിയ യുവാക്കളൊക്കെ സംബന്ധിച്ച് അവർ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ സാധിക്കുമായിരുന്നു. ഇനി അങ്ങനെ പരസ്പരം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള തന്ത്രമൊന്നും മാറില്ല. ജനങ്ങൾ എല്ലാവരും സ്ഥാനാർത്ഥിയെ നോക്കി ആ സ്ഥാനാർത്ഥി പൊതുജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണോ എന്ന് നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത്. ആ ആത്മവിശ്വാസത്തിൽ ഞാൻ പറയുന്നു, മെയ് 4 ഞാൻ വിജയിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അല്ല, ഞാൻ കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് ഇവിടെ നടപ്പിലാക്കുന്നില്ല? ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു സാധാരണക്കാരൻ ഹോസ്പിറ്റലിൽ പോയാൽ അവന്റെ ഹോസ്പിറ്റൽ ചെലവ് വലിയ തുകയാണ്. ഇപ്പോ കോർപ്പറേറ്റുകളാണ് ഹോസ്പിറ്റൽ, അവിടെ 5 ലക്ഷം രൂപ കിട്ടുന്ന ആയുഷ്മാൻ ആരോഗ്യ പദ്ധതി എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല? കേരള സർക്കാർ ഒപ്പുവെച്ചിട്ടില്ല. സാധാരണക്കാരന്റെ വീടെന്ന സ്വപ്നത്തിന്റെ ആയുഷ്മാൻ ഭാരത് 2.0
PMAY 2.0 ഒപ്പുവെച്ചിട്ടില്ല. അപ്പൊ ഒരു മനുഷ്യന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങാൻ വീട്, അവന് ഭക്ഷണം, വസ്ത്രം, എന്തെങ്കിലും ഒരു അസുഖം വന്ന ഹോസ്പിറ്റലിൽ, ഇതൊക്കെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള പദ്ധതികളുണ്ട്. അമൃത് പദ്ധതി, ജീവൻ മിഷൻ പദ്ധതികളുണ്ട്. ഇതൊന്നും നടപ്പിലാക്കിയിട്ടില്ല. അപ്പോ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള പണം പോലും ലാപ്സ് ആക്കുന്ന ഇത്തരത്തിലുള്ള കേരള സർക്കാരിന്റെ ഈ കഴിവുകേടിനെതിരെ, അത് UDF ആയും LDF ആയും, അതിനെതിരെ വലിയ ജനവികാരമുണ്ട്. അവര് ഈ വികസന പ്രവർത്തനത്തിന് കൂടെ ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. 100%. താങ്ക് യു.